രാജേഷ് ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. പി രാജേഷ് ജയിക്കും. പ്രതിപക്ഷം ജയിക്കുന്നതാണ്. ഞങ്ങള് തൃത്താലയിൽ വീട്ടി ബൽറാം ജയിക്കും. UDF-ന്റെ LDF-ന്റെ സ്ഥാനം ടൈറ്റിൽ മത്സരമാണ്. വെറും രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കപ്പുറം വികസനം അളവുകോലാക്കി നാട് വോട്ട് രേഖപ്പെടുത്തുന്ന ഈ വേളയിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും? ചോദിച്ചറിയാം നമുക്ക് നേരിട്ട് തന്നെ. ചേട്ടപ്പ ഇലക്ഷനൊക്കെ അടുത്തു. ഇത്തവണ എങ്ങനെ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? രാജേഷ് ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. കാരണം എന്താ? കാരണം വികസനം അത്രത്തോളം ഉണ്ട്, അതുകൊണ്ടാണ് പറയാൻ കാരണം. പിന്നെ ജനങ്ങൾക്ക് എല്ലാ വക സേവനങ്ങളും ചെയ്യുന്നൊരു വ്യക്തി. ഇപ്പൊ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാന്ന് വെച്ചാല് അയാളോട് വരുന്നില്ല, ഇതാക്കണില്ല. ഈ 10 കൊല്ലം ഭരിച്ച പിന്നെ MLA ആയിട്ടിരുന്ന വീട്ടി ബൽറാം എന്താ അവിടെ കൊടുത്തിങ്ങനെ? അത് എല്ലാ ജനങ്ങൾക്കും വരുന്ന കാര്യമാണ്. അപ്പോൾ വികസനം വെച്ച് നോക്കുകയാകുമ്പോൾ ഇവിടെ രാജേഷ് ജയിക്കണം, അതാണ് പറയാനുള്ളത്. പ്രതിപക്ഷം ജയിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തും റോഡിൻ്റെയും എല്ലാതിൻ്റെയും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിന് കാരണം MP രാജേഷ്. കാരണം എന്താ? നമ്മൾക്ക് എല്ലാവർക്കും ആനുകൂല്യം തോന്നുന്നത് MP രാജേഷ് ജയിക്കുന്നതാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കിയിടത്തോളം ഇപ്പോഴത്തെ എല്ലാ കാര്യം കൊണ്ടും MP രാജേഷ് ജയിക്കുന്നതാണ്. ജയിക്കാൻ സാധ്യതകൾ രാജേഷ് അല്ലാതെ ആരെ ജയിച്ചു? കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ ഈ പശുമ്പാല് വിറ്റിട്ട് ആരെങ്കിലും കള്ളുപിടിക്കുമോ? ഇല്ല. പശുമ്പാല് വിറ്റിട്ട് കള്ളുപിടിക്കില്ല എല്ലാവരും. എന്നതുപോലെ ഇത്രയും നല്ലൊരു ഭരണം ഇവിടെ ഉണ്ടായിട്ട് അതിനെ ഇതായിട്ട് മറ്റൊരു ചെയ്യില്ലല്ലോ. 10 കൊല്ലം മുമ്പേ ഈ കേരളം എങ്ങനെയായിരുന്നു, ഇപ്പം എന്താണ്, അതൊക്കെ മനസ്സിലാക്കൂല ആൾക്കാർ. പിന്നെ ഇയാളെ കൊണ്ട് എന്താ ഇവിടെ ദ്രോഹം? നാടിന് നല്ലതെന്നല്ലാതെ രാജേഷിനെ കൊണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ വീട്ടി ബൽറാം ജയിക്കും. കാരണം എന്താ? വീട്ടി ബൽറാം പറഞ്ഞാലേ ഈ തൃത്താലയിൽ നമ്മളിപ്പോൾ ഇന്നത്തെയും ഇന്നലത്തെയും കാര്യമില്ല, ഒരു 20 വർഷം ഇവിടെ 4 MLA-മാർ സ്ഥിരമായിട്ട് ജയിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ E ശങ്കരൻ, VK ചന്ദ്രൻ 2 ടൈം, പിന്നെ കുഞ്ഞുണ്ണി, അങ്ങനെ 20 പിന്നെ കൊല്ലം. ഈ 20 കൊല്ലം ഇതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു തൃത്താലയുടെ. പിന്നീടാണ് ഇവിടെ ബൽറാം വരുന്നത്. ഈ കാണുന്ന റോഡ്, നിങ്ങൾ ഈ കാണുന്ന റോഡ് ഇത് റബ്ബറൈസർ ആക്കിയത് ഈ തൃത്താലക്കാല് വികസനം എന്താണെന്ന് അറിഞ്ഞത് വീട്ടി ബൽറാം വന്നതിന് ശേഷം. അത് ജയിക്കാൻ രാജേഷിന്റെ മുൻതൂക്കം നമ്മളെ തൂക്കം കാണുന്നത്. രാജേഷിനാണ് പിന്തല. രാജേഷ് പല വികസനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇടതുപക്ഷം തന്നെ സർക്കാർ അധികാരത്തിൽ 3ാം തവണയും വരുന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ നെറ്റികളുടെ പെൻഷനൊക്കെ മറ്റവരിറങ്ങി പോകുമ്പോൾ കൊടുക്കാതെ ആ പെൻഷൻ എല്ലാവർക്കും കിട്ടി. പാവപ്പെട്ടവർക്ക് ഗുളിക മേടിക്കാനും മരുന്ന് മേടിക്കാനും. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേട്ടാ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? കാരണം മെയിൻ വികസനമാണ്. 2010 കൊല്ലം MLA പോയിട്ട് ഒരു കാര്യം മണ്ഡലത്തിലില്ല. അത് മാത്രമേ MP രാജേഷ് ജയിക്കും. കാരണം എന്താ? കാരണം ഇവിടെ വികസനങ്ങൾ കണ്ടമാനം കൊടുത്തിട്ടുണ്ട്, അത് കാരണം ജയിക്കും, ഉറപ്പാണ്. ചേട്ടൻ എന്താ തോന്നുന്നത്? മണ്ഡലത്തിലെ MP രാജേഷാണ് ജയിക്കാൻ ഞങ്ങളൊരു ആത്മവിശ്വാസം. വികസനം പൂർണ്ണമായിട്ട് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ അത് കാരണം MP രാജേഷിന് പ്രധാനമാണ് MP ജയിക്കും. ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? MP രാജേഷ്. കാരണം ഞങ്ങളുടെ ഈ നാട്ടിൽ റോഡ് ശരിയാക്കി, കുളം ശരിയാക്കി, പിന്നെ ഇനിയും കുറേ വരുമല്ലോ, 1000 റുപ്യ കൊടുക്കുന്നുണ്ട് മാസം. തൃത്താലയിൽ ജയിക്കുക പറഞ്ഞാലേ UDF-ഉം LDF-ഉം നല്ല ടൈറ്റ് മത്സരമാണ്. ഇവിടെ ഞാനൊരു BJP-കാരനാണ്. ഇവിടെ ഉണ്ണീഷ്ണ മാസ്റ്റർക്ക് പ്രാവശ്യം വോട്ട് കണ്ടമാനം കൂടും. പക്ഷെ ടൈറ്റ് മത്സരമാണ്. MP രാജേഷ് ജയിക്കുമോ വീട്ടി ബൽറാം ജയിക്കുമോ എന്നുള്ളത് അതിപ്പോൾ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ തീരുമാനിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ മാഷക്ക് വോട്ട് കൂടും, അതിൽ യാതൊരു സംശയമില്ല കാര്യത്തിൽ. രാജേഷ്. കാരണം കുളം, പെൻഷൻ, വികസനം ഒക്കെ നല്ല വികസനമാണ്. ആര് ജയിക്കാനാണ് സാധ്യത? കാരണം പെൻഷനൊക്കെ കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയത് കിട്ടുന്നുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി ഞങ്ങൾക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾക്ക് ഇതേ കൂടെ പോകുന്നുണ്ട്. ഞാനൊരു അഭിപ്രായം ഉണ്ട്, പാർട്ടിയോടുള്ളത് കൂടാതെ ബൽറാം ജയിക്കുന്ന. കാരണം എന്താ? കാരണം എന്താ വെച്ചാൽ അയാൾ ഇവിടെ മുമ്പ് ചെയ്ത കാര്യം നല്ല കാര്യങ്ങളെ ചെയ്ത്, അതാ വേറൊന്നുമില്ല, അതുകൊണ്ടാണ് പറയുന്നത്. തലയിൽ പ്രാവശ്യം നമ്മൾ MP രാജേഷ്. കാരണം ഈ 5 വർഷം ചെയ്ത വികസന പദ്ധതി MP രാജേഷ്. ഇവിടെ MBR ജയിക്കുന്നതാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ അത് വികസനങ്ങൾ നല്ലോണ്ട്, ഒരുപാട് വികസനങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ പറയുക,
10 കൊല്ലം ബൽറാം ചെയ്തതിനെക്കാട്ടും കൂടുതൽ 5 വർഷം കൊണ്ട് MBR ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് MBR ജയിക്കും. ചേട്ടാ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? MP രാജേഷ്. കാരണം കാരണം ഇവിടെ അത്ര വികസനം കൊടുക്കുന്നത്. ഇവിടെ കുമ്പടിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കുള്ള റോഡ് പാലം, പിന്നെ തൃത്താല ആസ്പത്രി, അതുമാതിരി റോഡുകൾ, അത് നഴ്സിംഗ് കോളേജ് തൃത്താലയിൽ വന്നു. ഈ നിയോജകമണ്ഡലത്തെ കാര്യം പറഞ്ഞു. അതുപോലെ ഈ മറ്റേ കോളേജ്, അങ്ങനെ ഒട്ടനവധി വികസനം. ഇവിടെ ഈ പള്ളങ്ങാടിച്ചിറയിൽ കുളം, ഇവിടെ ലൈറ്റ്, ഇതൊക്കെ ഇവിടുത്തെ വികസനം. ഈ റോഡ് പാസ്സായി 6 കോടി രൂപ. അപ്പോൾ അങ്ങനത്തതൊക്കെ നോക്കുമ്പോൾ 5 കൊല്ലമായിട്ടാണ് 10 കൊല്ലം അതിൻ്റെ മുന്നത്തെ ML ഉണ്ടായിട്ട് ഇവിടെ ഒരു 2 റോഡിൻ്റെ എന്തെങ്കിലും ഒരു ഇതേ പറയാനുള്ളൂ. മറ്റുള്ളത് ഈ 5 കൊല്ലത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടമാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് കൊണ്ടായി പറഞ്ഞു. അതുമാതിരി ഇവിടെ ക്ഷേമ പെൻഷൻ കർഷകർക്ക് മറ്റേ വയസ്സായവർക്ക് 60 വയസ്സായവർക്കും അതുമാതിരി വീട്ടമ്മമാർക്ക് ഇത്തവണയാണ് ഇപ്പോൾ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അതുകാരണമൊക്കെ ജനങ്ങൾ അങ്ങോട്ട് വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ചേട്ടാ ഇലക്ഷനൊക്കെ അടുത്തു. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? തൃത്താലയിൽ ബൽറാമാണ്, സംശയമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ സംസ്ഥാനത്ത് തൃത്താല എന്ന് പറയുന്ന ഒരു മണ്ഡലം ഉണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞത് ബൽറാം ഇവിടെ മറ്റേ MLA ആയതിനു ശേഷം. പ്രാവശ്യം MP രാജേഷ് കുറേ വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് കൂടുതൽ ചാൻസ്. ഞാൻ ഇടതുപക്ഷം ജയിക്കാനാണ്, MP രാജേഷ് ജയിക്കാനാണ് സാധ്യത. കാരണം കക്കില്ല, എന്തായാലും കക്കാൻ ചാൻസ് ഇല്ല, അത് വിശ്വസിക്കാം. അതാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം വരണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹം. കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ്റെതാണെന്നുണ്ടെങ്കിൽ UDF സർക്കാർ ഒരുപാട് പെൻഡിങ് വെച്ച്, ഒരുപാട് മാസത്തെ പെൻഷൻ പെൻഡിങ് വെച്ച് അതൊക്കെ കൊടുത്തു തീർത്തത് UDF സർക്കാരാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ ചൂരൽമല കേസ്, ആ പ്രശ്നം ഉണ്ടായിട്ട് അതിലൊരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫണ്ട് അവർ കട്ട്, അതിനൊന്നൊരു തെളിവുള്ള കാര്യങ്ങളുമില്ല. അതൊക്കെ ഇപ്പോൾ UDF സർക്കാരാണ്. ഇവിടെ LDF സർക്കാരിൻ്റെ വികസനങ്ങൾ തന്നെ നോക്കിയാൽ പോരെ. അതൊക്കെയാണ് കാരണങ്ങൾ. അവർ LDF ജയിക്കണം എന്നാണ് നമ്മളെ ആഗ്രഹം. രാജേഷ് ജയിക്കും. കാരണം എന്താ? കാരണം ഇവിടെയൊക്കെ ഈ റോഡും ഈ അങ്ങോട്ട് പട്ടിച്ചിരിക്കുള്ള റോഡ് ഉണ്ട്, കുളത്തിൻ്റെ അധികമുള്ള റോഡ്. പിന്നെ രാജേഷാണ് ആ കുളമൊക്കെ എത്രയോ 3 കോടി രൂപ ഇതൊക്കെ ചിലവാക്കിയിട്ട് രാജേഷ് പണം ഇറക്കിയിട്ട് രാജേഷാണ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് രാജേഷ് അവിടെ വന്ന് രാജേഷ് അധികം റോഡും കുളത്തിൻ്റെ അവിടെയൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. കുളമൊക്കെ വലുതാക്കി. പിന്നെ മാസം മാസം പെൻഷനും ഒക്കെ രാജേഷാണ് മാറ്റിത്തരാണ് ചെയ്യുന്നത്. MP രാജേഷ് 100% ബൽറാം ജയിക്കും. ഇവിടെ ബൽറാം 10,000 മേലെ വോട്ടിന് ജയിക്കും. കാരണം വെച്ചാൽ ബൽറാം വന്നതിന് ശേഷമാണ് തൃത്താല എന്നുള്ള അറിയപ്പെട്ടത്. തൃത്താല മണ്ഡലം അറിയപ്പെട്ടു. അതിന് മുന്നൊന്നും ഞങ്ങൾ 35 വർഷമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ആ ബൽറാം നടപ്പിലാക്കിയ ഇത് മാത്രമേ രാജേഷ് ചെയ്തിട്ടുള്ളൂ. MP രാജേഷ്. കാരണം അയാളാണ് ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ള ആൾക്കാർക്ക് അവിടെ നുണ പറഞ്ഞിട്ട് പോകുന്ന, കള്ളത്തരം പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. ഞാൻ 76 വയസ്സായ ആളാണ്. ഇക്കണ്ട കാലത്തിലും കേൾക്കണോ, ഇവിടെ 10-15 കൊല്ലം ഇവിടെ ബൽറാം വന്നിട്ട് ഒരു 10 വള്ളത്തിന് ഒരു ഉപകാരം ആർക്കും ഉണ്ടായില്ല. ഇവിടെ MP രാജേഷ് ജയിച്ചെങ്കിലും ഇവിടെ മെച്ചുള്ളൂ. MP രാജേഷ് ജയിക്കാനാണ് സാധ്യത. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്ര നല്ലൊരു MLA ഉണ്ടായില്ല. നല്ല വികസനം, റോഡായാലും സ്കൂളായാലും ആരോഗ്യരംഗത്തൊക്കെ നല്ല വികസനമാണ്. ഒരു 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏറ്റവും നല്ല വികസനം അവിടെ കണ്ടത്. കുറേ MLAമാർ ഇവിടെ ഉണ്ടായിപ്പോയില്ല. ഈ ചിത്താമി മുതൽ കുഞ്ഞുണ്ണി, ശങ്കര, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു വികസന പ്രവർത്തനം ഉണ്ടായില്ല. ജയിക്കാനാണ് സാധ്യത. തലയിൽ ആര് ജയിക്കാനാ സാധ്യത? MP രാജേഷ് ജയിക്കാനാണ് സാധ്യത. കാരണം പല കാര്യങ്ങളും, ഞങ്ങൾ ഈ കുളം അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്കൊരു ഉദാഹരണമാണ്. പെൻഷൻ്റെ കാര്യം 1000 രൂപ ഞങ്ങൾക്ക് പെൻഷൻ ഇപ്പോൾ 2 വട്ടം കിട്ടി. ബൽറാം ജയിക്കാനാണ് സാധ്യത. കാരണം പോരാ, എന്നിട്ട് രാജേഷ് പോരാ, അതുകൊണ്ടാണ്. ഇത്തരം തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? രാജേഷ്. കാരണം രാജേഷ് ഇവിടെ പല കാര്യങ്ങളും ചെയ്തല്ലേ, അതുകൊണ്ട് തന്നെ രാജേഷ് 50 വർഷത്തിൽ ജയിക്കും. കാരണം വികസന പ്രവർത്തനത്തിൻ്റെ ഇത് എല്ലാ കാര്യം കൊണ്ടും ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ MP രാജേഷാണ്.
ആ വികസനം ഇവിടെ കേരളത്തിൽ മൊത്തം ഉണ്ട്, അതുകൊണ്ടാണ് ജയിക്കുന്നു പറയുന്നത്. അല്ല അപ്പോൾ ഇപ്പം നുണ പറഞ്ഞിട്ട് നടക്കുന്ന പോലെയല്ല. 5 കൊല്ലം 10 കൊല്ലം നല്ല ഇവിടെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. ഇവിടെ ഇടതുപാട്ടാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ പോലെ ജയിക്കുന്നല്ലേ ചെയ്യുക? തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ്സാണ് ജയിക്കാൻ നടക്കില്ല. ഇവിടെ ഒരു കാര്യങ്ങളും വികസനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇപ്പം 4000 രൂപ കിട്ടിയില്ലേ? ഇപ്പം ഇന്നലെ ഞാൻ ആൾക്കാർക്ക് കിട്ടി. അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് സഹായങ്ങൾ 1000 രൂപ പെൻഷൻ. അതേപോലെ എല്ലാ ജനങ്ങൾക്ക് പിണറായി സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജയിക്കുന്നു പറയാൻ കാരണം. തീർച്ചയായും രാജ്യം ജയിക്കുന്നതാണ് 100%. ചേട്ടാ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ പ്രതീക്ഷിക്കുന്നത് 2 UDF-ന്റെ LDF-ന്റെ സ്ഥാന ടൈറ്റിൽ മത്സരമാണ്. ഇവിടെ ഞാൻ STPയുടെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. STPയുടെ സ്ഥാനാർത്ഥി പരമാവധി വോട്ട് നമ്മൾ കവർ ചെയ്യും. ഒരു ജയിക്കുന്നുള്ളൊരു കാരണം ജനകീയമായിട്ടുള്ള സ്ഥാനാർത്ഥി നമ്മൾ നിർമ്മിക്കണം. ജയിക്കാൻ സാധ്യത ബൽറാം വീട്ടിൽ കാരണം നല്ലൊരു വ്യക്തിയാണ്, ജയിക്കണം എന്നാണ് ആഗ്രഹം. ചേട്ടാ, ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നേ? ഞങ്ങൾ ബൽറാം ജയിക്കും. കാരണം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാവുന്ന വ്യക്തിയാണ് അതിൽ ജയിക്കും. അതാണ് നമ്മുടെ അഭിപ്രായം. ജയിക്കുന്നതാണ്. ഇവിടെ MP രാജേഷാണ്. കാരണം അത്രയും വികസനങ്ങൾ കൊടുക്കുന്നുണ്ട്. തൃത്താലയിൽ VT ബൽറാമിനാണ് സാധ്യത കൂടുതൽ. കാരണം എന്താ വെച്ചാൽ പിന്നെ കഴിഞ്ഞ വർഷത്തിലെ നമ്മുടെ MLA മന്ത്രിയായിരുന്ന MP രാജേഷ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വികസനങ്ങൾ കൊണ്ടുവരാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രം കുറേ വികസനങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 4.5 വർഷം ഈ റോഡ്, ഇന്നും ഈ റോഡ് ഇങ്ങനെ തന്നെ എടുക്കണത്. പക്ഷേ 4.5 വർഷം ഈ റോഡൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ 4.5 വർഷത്തിന് ശേഷം മാത്രമാണ് റോഡിൻ്റെ മെയിൻ്റനൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. VT ബൽറാം MLA ആയിരുന്ന ടൈമിലാണ് തൃത്താലക്കാർ ശരിക്ക് റബ്ബറൈസ്ഡ് റോഡ് എന്താണ് എന്ന് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കാങ്കപ്പുഴ റെഗുലേറ്റർ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത്, പക്ഷെ അതിലൂടെ വാഹനങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഹെക്ടർ കണക്കിന് ഭൂമി 2 സൈഡിലും ഏറ്റെടുക്കേണ്ട ഒരു ടാസ്ക് ഇപ്പോഴും ഉണ്ട്, അത് ഏറ്റെടുത്തിട്ടില്ല. ഇത്തവണത്തെ ഇലക്ഷനിൽ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? MP രാജേഷ് ജയിക്കും. കാരണം എന്താ? രാജേഷാണ് ഇവിടെ എന്തെങ്കിലും വികസനം കൊടുക്കുന്നത്. ചേട്ടാ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? ചേട്ടൻ ആര് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നത്? കാരണം ഇവിടെ നല്ല വികസനം. ചേട്ടാ, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? ബൽറാം ജയിക്കും. കാരണം നമുക്ക് അനുഭവം തന്നത് കുറെ. വെറും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നാടിന്റെ പശ്ചാത്തല സൗകര്യങ്ങളും വരും തലമുറയുടെ വികസന സ്വപ്നങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ജനവിധി എന്തായാലും അത് തൃത്താലയെ ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുന്നതിന് സഹായിക്കട്ടെ. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.